നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുപ്പാപ്പുവിന്റെ ആത്മഹത്യ കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്താലെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ പോലീസിന് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. കാസർഗോഡ് യുവാവിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. ചെർക്കള കോലാച്ചിയടുക്കത്തെ ഹാരിസിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അവസരം ലഭിച്ച കാസർഗോട്ടെ BJP ജനപ്രതിനിധികൾക്ക് കാസർഗോട്ട് യാത്രയയപ്പ് നൽകി. റെയിൽവേ സ്റ്റേഷനിലായിരുന്നു യാത്രയയപ്പ് നൽകിയത്. ചിന്മയ അമൃത മഹോത്സവം. കാസർഗോഡ് ചിന്മയ വിദ്യാലയ ക്യാമ്പസിൽ സാമൂഹിക ഹനുമാൻ ചാലീസ ഹവനം ഭക്തിസാന്ദ്രമായി നടന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വികസന വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് വർക്കിംഗ് ഗ്രൂപ്പിന് രൂപം നൽകിയത്. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വയോജന ധർണ സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യ കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്താലെന്ന് പ്രാഥമിക കണ്ടെത്തൽ. രേഷ്മയുടെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. രേഷ്മയുടെ ഫോണും വിശദമായ പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആദൂർ സ്വദേശിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ചിന്നുപാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്തിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രേഷ്മയുടെ ഫോണും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദമാണ് രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. കുടുംബ ജീവിതത്തിലുണ്ടായ താളപ്പിഴകളിൽ അസ്വസ്ഥതയിലായിരുന്നു യുവതി. ഭർത്താവ് വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടി താമസം ആരംഭിച്ചതും തൊട്ടു പിന്നാലെയുണ്ടായ വിവാഹമോചനവുമെല്ലാം ചിന്നുപ്പാപ്പുവിനെ മാനസികമായി തളർത്തിയിരുന്നു. വാടക വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്ന ആൺസുഹൃത്തുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും നിരന്തര കലഹങ്ങളുമെല്ലാം കാരണം യുവതിക്ക് സമീപകാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാകുവാൻ കഴിയാതെ പോയി. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ചിന്നുപ്പാപ്പു അറിയിച്ചിരുന്നില്ല. പതിവ് പോലെ 4 വയസ്സുള്ള മകനെ കുടുംബ വീട്ടിൽ ഏൽപ്പിച്ചാണ് ചിന്നുപ്പാപ്പു ഏറ്റവും ഒടുവിലായി ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ എത്തിയത്. തുടർന്നാണ് ജീവനൊടുക്കിയത്. ജീവനൊടുക്കുവാൻ ചിന്നുപ്പാപ്പു നേരത്തെ തന്നെ തീരുമാനമെടുത്തതായാണ് പോലീസ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അസ്വാഭാവികതയൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. തൂങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. രേഷ്മയുടെ മരണത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. തനത് കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു വന്നിരുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ ഓരോ വീഡിയോകളും വൈറലാണ്. ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയുമെല്ലാം തനിമ ചോരാതെ കാസർഗോഡ് സ്ലാങ്ങിൽ പരിചയപ്പെടുത്തുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ വീഡിയോകൾക്ക് ലക്ഷങ്ങളാണ് കാഴ്ചക്കാരായുള്ളത്. ഇത്രയും പോപ്പുലറായിരിക്കുന്ന യുവതി പൊടുന്നനെ ജീവനൊടുക്കിയത് സോഷ്യൽ മീഡിയ ലോകത്തിന് ഇനിയും വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് യുവാവിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. ചെർക്കള കോലാച്ചിയടുക്കത്തെ ഹാരിസിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് കുറ്റ്യാടിയിൽ ഒളിവിൽ കഴിയവെയാണ് പ്രതികൾ പിടിയിലായത്. ചെർക്കള കോലാച്ചിയടുക്കത്തെ അബ്ദുൽ ഹാരിസിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ചെർക്കള കോലാച്ചിയടുക്കത്തെ അസീസ്, അബ്സീർ, ആഷിഖ് എന്നിവരെ വിദ്യാനഗർ SI സഫ്വാനും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കുറ്റ്യാടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. പിതാവിന്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായാണ് സഹോദരങ്ങളായ 3 സംഘം അബ്ദുൽ ഹാരിസിനെ ക്രൂരമായി ആക്രമിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു.
വിഷയത്തിൽ നേരത്തെ അബ്ദുൽ ഹാരിസും അക്രമി സംഘവും തമ്മിൽ വാക്തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം 3-അംഗ സംഘം കൊലാച്ചിയടുക്കത്ത് വെച്ച് ഇരുമ്പ് വടികൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി അബ്ദുൽ ഹാരിസിനെ ആക്രമിച്ചത്. ക്രൂരമായ മർദ്ദനത്തിൽ തലയ്ക്കും ദേഹമാസകലവും അബ്ദുൽ ഹാരിസിന് പരിക്കേറ്റിരുന്നു. മൂക്കിന്റെ പാലം തകരുകയും ചെയ്തു. പ്രതികൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ തൊഴിലാളികളെ, ഇടതന്മാരുടെ ഭരണത്തിൽ, പിണറായിയുടെ ഭരണത്തിൽ പ്രമോഷനില്ല, നിയമനമില്ല, ലീവ് സറണ്ടർ തീരെയില്ല, കുടിശ്ശിക DA തിളങ്ങുന്നില്ല, എല്ലാം പിടിച്ചു വെച്ച് തൊഴിലാളികളെ ദ്രോഹിക്കുന്നു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് KSEB സർക്കിൾ ഓഫീസിന് മുന്നിൽ ബോർഡ് മാനേജ്മെന്റിന്റെയും സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയും പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, നിയമന നിരോധനം പിൻവലിക്കുക, വിവിധ കാറ്റഗറി പ്രൊമോഷനുകൾ തടഞ്ഞുവെച്ചത് പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കുക, വിജിലൻസിനെ ഉപയോഗിച്ച് ജീവനക്കാരെ താറടിക്കുന്ന സമീപനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ലീവ് സറണ്ടർ തീർന്നില്ല, കുടിശ്ശികയായി കിടക്കുന്ന DA പോലും വൈദ്യുതി ബോർഡിൽ നടപ്പിലാക്കാൻ ബോർഡ് മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ശമ്പള കരാറിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ള ചില്ലറ സാങ്കേതിക കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് DAയും മറ്റു ആനുകൂല്യങ്ങളും പുതിയ ശമ്പള പരിഷ്കരണവും പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് പോലും പ്രവർത്തനരഹിതമാക്കിയ ഒരു ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, DA സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങൾ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പല തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഭാഗമായി ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനെതിരെ കേരള സർക്കാർ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല എന്ന ഒരു നാണയത്തിന്റെ ഇരുമുഖങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും. അതിനെതിരെ ശബ്ദമുയർത്താൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശം അട്ടിപ്പേരവകാശം പറയുന്ന ഇടതുപക്ഷ മുന്നണികൾ, ഇടതുപക്ഷ സംഘടനകൾ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് ഓരോ തൊഴിലാളികളും ചിന്തിക്കേണ്ടത്. ഡിവിഷൻ പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. KEC ജില്ലാ സെക്രട്ടറി KV ഗോപകുമാർ, ഡിവിഷൻ ഭാരവാഹികളായ അജിത് കുമാർ KM, അബ്ദുല്ല M, ബഷീർ NA, ഉദയൻ CH എന്നിവർ സംസാരിച്ചു. പവിത്രൻ KM സ്വാഗതവും ജില്ലാ ട്രഷറർ സുധീർ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അവസരം ലഭിച്ച കാസർഗോട്ടെ BJP ജനപ്രതിനിധികൾക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. കാസർഗോട്ട് നിന്നും ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം അവിടെ നിന്നും കേരള എക്സ്പ്രസിലാണ് 100-അംഗ ജനപ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അവസരം ലഭിച്ച 100-അംഗ ജനപ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ്ഞാനി ഷാൻബോഗ്, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D ശങ്കര, മീഞ്ച ഗ്രാമപഞ്ചായത്ത് അംഗം ആശാലത BM എന്നിവർക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, ബദിയടുക്ക മധൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, BJP പ്രവർത്തകർ എന്നിവർ യാത്രയയപ്പ് നൽകുവാനായി എത്തിയിരുന്നു. കാസർഗോട്ട് നിന്നും ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം അവിടെ നിന്നും കേരള എക്സ്പ്രസിലാണ് 100-അംഗ ജനപ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് ജനപ്രതിനിധി സംഘത്തെ നയിക്കുന്നത്.
നരേന്ദ്രമോദിയുടെ വസതിയിലും കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലും ഇവർക്ക് വിരുന്നു നൽകും. പാർലമെന്റ്, BJP ദേശീയ ആസ്ഥാനം എന്നിവ സന്ദർശിക്കുന്നതോടൊപ്പം കേരളത്തിന്റെ വികസന വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുവാനും പ്രതിനിധി സംഘത്തിന് അവസരം ലഭിക്കും. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെയും NDAയുടെയും ജനപ്രതിനിധികൾ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അദ്ദേഹത്തിനൊപ്പം ഒരു കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ BJPയുടെ കേന്ദ്ര പാർട്ടി ഓഫീസും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെയും ഒക്കെയുള്ള കൂടിക്കാഴ്ച സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മധൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി സുജ്ഞാനി ഷാനുബാഗ്, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 46 വർഷമായിട്ട് മധൂർ BJP ഭരിക്കുകയാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ട് ശ്രീമതി സുജ്ഞാനി ഷാനുബാഗ്, അതോടൊപ്പം തന്നെ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏറ്റവും താഴ്ന്ന കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനത്തോട് കൂടിയിട്ട് കഴിഞ്ഞ 25 വർഷം ജനസേവ നടത്തി മാതൃകാപരമായിട്ടുള്ള പൊതുജീവിതം നയിക്കുന്ന ശ്രീ D. ശങ്കര, അദ്ദേഹത്തിന് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ D. ശങ്കര, ഒപ്പം തന്നെ നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മീഞ്ചയിൽ നിന്നുള്ള ശ്രീമതി ആശാലത എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘമാണ് ഈ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ മായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുപ്രവർത്തനത്തിനിടയിൽ വീട്ടിൽ ലഭിക്കുന്ന സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ച് കൃഷിയിൽ സജീവമാണ് തൃക്കരിപ്പൂരിലെ CPM നേതാവ് TP ഉഷ. വീട്ടുവളപ്പിലും സമീപത്തും തൊട്ടടുത്ത വയലിലുമായി പച്ചക്കറികളും കിഴങ്ങുവർഗ വിളകളും പഴവർഗ്ഗങ്ങളും ഇവരുടെ കൃഷിയിടത്തിലുണ്ട്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയായ തൃക്കരിപ്പൂർ തങ്കയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ TP ഉഷ 10 വർഷമായി കൃഷി ചെയ്യുന്നതിൽ മുടക്കം വരുത്തിയിട്ടില്ല. ഇടതു പ്രസ്ഥാനങ്ങളുടെ പരിപാടികളിലും CPM ലോക്കൽ പരിപാടികളിലും സജീവ നേതൃത്വം വഹിച്ചു വരുന്നതിനിടയിലാണ് കൃഷിയെയും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. പാവക്ക, വെണ്ട, നരമ്പൻ, ചീര, തക്കാളി, പച്ചമുളക്, വഴുതിന, പടവലം, കക്കിരി, മത്തൻ, കുമ്പളം തുടങ്ങിയ പച്ചക്കറികളുടെ 10 സെന്റിലുള്ള തോട്ടം വീട്ടിനു മുന്നിലെ പറമ്പിലാണുള്ളത്. മഞ്ഞൾ കൃഷിയുമുണ്ട്. തൊട്ടടുത്തുള്ള വയലിൽ മത്തൻ, കുമ്പളം, വെള്ളരി എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. ചെറുപ്പകാലത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം പച്ചക്കറി കൃഷി ചെയ്ത അനുഭവത്തിലാണ് 2016 വീട്ടിനു മുന്നിലുള്ള 10 സെന്റ് സ്ഥലത്ത് കൃഷി ആരംഭിച്ചത്. ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായിരിക്കെ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലത്ത് ഹരിത കേരളം പദ്ധതിയിൽ സർക്കാർ ജീവനക്കാർ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യണമെന്ന നിർദ്ദേശത്തിലാണ് വീണ്ടും കൃഷിയിലേക്കിറങ്ങിയത്. വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറായാണ് 2024 വിരമിച്ചത്. CPM തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി 1.5 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഇവർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ വൈസ് പ്രസിഡന്റ്, FSCTO കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ദിവസവും രാവിലെ ലഭിക്കുന്ന 1 മണിക്കൂറാണ് കൃഷിയിടത്തിൽ വെള്ളം നനയ്ക്കുവാനും വളമിടുവാനും വിനിയോഗിക്കുന്നതെന്നും ഓരോ വർഷവും കൃഷി ചെയ്യുന്നതിനായി കൂടുതൽ ഏരിയ ഉപയോഗപ്പെടുത്തുന്നതായും ഉഷ പറഞ്ഞു. സഹകരണ വകുപ്പിൽ സീനിയർ ഓഡിറ്ററായിരുന്ന ഭർത്താവ് KK വിജയൻ കൃഷിയിൽ മികച്ച പിന്തുണ നൽകുന്നുണ്ട്. മകൾ ആതിര തിരുവനന്തപുരം കെൽട്രോണിൽ സീനിയർ എഞ്ചിനീയറാണ്. ഈ വർഷത്തെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A. രജീന നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് K. സജിത്ത്, കർഷക സംഘം കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV കുഞ്ഞികൃഷ്ണൻ എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെമ്മനാട് കിക്സ് ഓൺ ടർഫ് തുറന്നു നൽകി. കേരള ക്രിക്കറ്റ് രഞ്ജി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും മികവാർന്ന സൗകര്യത്തോടെ അത്യാധുനിക സംവിധാനങ്ങളുമായി ചെമ്മനാട് കിക്സ് ഓൺ ടർഫ് പ്രവർത്തനം തുടങ്ങി. കേരള ക്രിക്കറ്റ് രഞ്ജി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ കിക്സ് ഓൺ ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻമന്ത്രി CT അഹമ്മദ് അലി, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ഇസ്മായിൽ തളങ്കര, സിദ്ദിഖ് ചൌക്കി, റഫീഖ് കല്ലുവളപ്പിൽ, ജാഫർ റൂബി, വാസിൻ റൊമാൻസ്, അബ്ദുൽ ലത്തീഫ് കസവ്, റഫീഖ് ഖത്തർ, നൌഷാദ് തളങ്കര, ഷെരീഫ് കുടലി, അൻവർ ചമ്മനാട്, അഷ്റഫ് ചേരങ്കൈ, റിട്ടയർഡ് DYSP റഹീം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ചിന്മയ മിഷൻ വജ്രജൂബിലി ആഘോഷമായ ചിന്മയ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് കാസർഗോഡ് ചിന്മയ വിദ്യാലയ ക്യാമ്പസിൽ സാമൂഹിക ഹനുമാൻ ചാലീസ ഹവനം ഭക്തിസാന്ദ്രമായി നടന്നു. ചിന്മയ മിഷൻ തിരുവനന്തപുരം ആചാര്യൻ ബ്രഹ്മചാരി സുധീർ ചൈതന്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ 108 ഹോമകുണ്ടങ്ങളിൽ ഒരേ സമയം ഹവനം സംഘടിപ്പിച്ചു. ചിന്മയ മിഷൻ വജ്രജൂബിലി ആഘോഷമായ ചിന്മയ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് കാസർഗോഡ് ചിന്മയ വിദ്യാലയ ക്യാമ്പസിൽ ചിന്മയ മിഷൻ കാസർഗോഡ് ബദിയടുക്ക പൊയിനാച്ചി കാഞ്ഞങ്ങാട് നീലേശ്വരം കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക ഹനുമാൻ ചാലീസ ഹവനം ഭക്തിസാന്ദ്രമായി നടന്നു. ചിന്മയ മിഷൻ തിരുവനന്തപുരം ആചാര്യൻ ബ്രഹ്മചാരി സുധീർ ചൈതന്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ 108 ഹോമകുണ്ടങ്ങളിൽ ഒരേ സമയം ഹവനം സംഘടിപ്പിച്ചു. ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ആമുഖ പ്രഭാഷണം നടത്തി. എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി, ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടേയൂർ മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചിന്മയ മിഷൻ ആചാര്യന്മാരായ സ്വാമി വിശ്വാനന്ദ സരസ്വതി, സ്വാമി തത്വാനന്ദ സരസ്വതി, ബ്രഹ്മചാരിണി ദിശാ ചൈതന്യ എന്നിവർ ചടങ്ങിൽ മഹനീയ സാന്നിധ്യമായി. ഹവനത്തോടനുബന്ധിച്ച് ചിന്മയ മിഷന്റെ ഭവനരഹിതർക്കൊരു ഭവനം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 9ാമത്തെ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ബദിയടുക്ക സ്വദേശി ശ്രീധരന് നൽകി നിർവഹിച്ചു. 9 വീടുകളും നിർമ്മിച്ചു നൽകിയ കോൺട്രാക്ടർ ദിനേശ് നായക്, ഭവനദാന ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന നൽകിയ ചിന്മയ ബാലവിഹാർ സേവിക ഇന്ദിര രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹനുമാൻ ചാലീസ ഹവനത്തോടൊപ്പം ഭഗവത്ഗീത 15ാം അധ്യായം, ഗീതാ പഞ്ചാമൃതം എന്നിവയുടെ സാമൂഹിക പാരായണവും സംഘടിപ്പിച്ചു. സാമൂഹിക ഐക്യവും ആത്മീയ ഉണർവുമാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമുദായത്തെ പിറകിലോട്ട് നയിച്ച സമസ്ത എന്ന വിഷയത്തിൽ കാസർഗോഡ് അണങ്കൂരിൽ KNM കാസർഗോഡ് മണ്ഡലം മുജാഹിദ് പ്രഭാഷണം സംഘടിപ്പിച്ചു. സമ്മേളനം KNM ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സമുദായത്തെ പിറകിലോട്ട് നയിച്ച സമസ്ത എന്ന വിഷയത്തിൽ കാസർഗോഡ് അണങ്കൂരിൽ KNM കാസർഗോഡ് മണ്ഡലം മുജാഹിദ് പ്രഭാഷണം സംഘടിപ്പിച്ചു. സമസ്ത 100 വർഷമായിട്ടും പരിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകചര്യ പഠിപ്പിച്ചുകൊണ്ടും യഥാർത്ഥ ഇസ്ലാമിനെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനു പകരം കള്ളക്കറാമത്ത് കഥകൾ കൊണ്ടും മഹാത്മാക്കൾക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടും സമുദായത്തെ പിന്നോട്ട് നയിക്കുകയാണെന്ന് സമ്മേളനം ആശങ്ക പ്രകടിപ്പിച്ചു. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിലുടനീളം തലമുതിർന്ന നേതാക്കളടക്കം പ്രധാനമായും ചർച്ച ചെയ്ത കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തെ കരുതിയിരിക്കണമെന്നാണ്. അതിന് കാരണമായി പറയുന്നത് സമുദായം, പ്രത്യേകിച്ച് യുവാക്കൾ മുജാഹിദ് ആശയ ആദർശത്തോടടുക്കുന്നു എന്നതാണ്. ഇതിലൂടെ സമസ്തയുടെ ആദർശം പരിശുദ്ധ ഖുർആനിനോടോ പ്രവാചക ചര്യയോടോ യോജിക്കാത്തതാണെന്നും പിന്തിരിപ്പൻ ആശയങ്ങളാണെന്നും മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് യുവസമൂഹം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് സമസ്ത മനസ്സിലാക്കുവാൻ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമസ്ത പുലർത്തിപ്പോരുന്ന ആശയാദർശം ഖുറാനിനോ പ്രവാചകചര്യക്കോ നിരക്കാത്തതും മതത്തിൽ കടന്നുകൂടിയിട്ടുള്ള പുത്തൻ ആശയങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സമുദായത്തെ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പിന്തിരിപ്പൻ ആശയങ്ങളിൽ തളച്ചിടാതെ സമുദായത്തെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാതയിൽ നയിക്കുവാൻ സമസ്ത പണ്ഡിതന്മാർ തയ്യാറാകണമെന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച് സംസാരിച്ച അഹമ്മദ് അനസ് മൗലവി ഓർമ്മിപ്പിച്ചു. വിവരമുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് ദീനിന്റെ ഒരു ഭാഗമാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് എന്ന് മനസ്സിലാക്കുന്ന ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മത്തിനെ സ്വാധീനിക്കുവാൻ പ്രത്യേകമായ വേഷഭൂഷാദികൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിനിടയിലേക്ക് ഞങ്ങൾ പണ്ഡിത വരേണ്യന്മാരാണ് എന്ന് വാദിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ PR ചെയ്തുകൊണ്ട് അവർ കടന്നു വന്നു മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാ നന്മകളിൽ നിന്നും തടഞ്ഞു. സമ്മേളനം KNM ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അള്ളാഹു സൃഷ്ടാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഇത് മൂന്നും കൂടിയാണ് സൃഷ്ടാവ് റഹ്മാൻ. ആ സൃഷ്ടാവിന് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്ന ആള് 95% എത്രയുണ്ടാവും? 3, 4, 5% മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒടയോറ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒടയോറുണ്ട്, ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട്, പിന്നെ നിയന്ത്രിക്കുന്ന ആളുണ്ട്, പിന്നെ ഉടമസ്ഥപ്പെട്ട ആളുണ്ട്, ഇതെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കേവലം 2, 3, 4% മാത്രമേ ഉള്ളൂ ആ സൃഷ്ടാവ് പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നത്. KNM പറയുന്നത് നിങ്ങൾ അള്ളാഹു മതി ഏതവസ്ഥയിലും, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും സന്തോഷം. അതാണ് നമ്മുടെ ഈ KNM-ഉം ബാക്കിയുള്ള മതസംഘങ്ങൾ തമ്മിൽ വ്യത്യാസം. KNM ജില്ലാ സെക്രട്ടറി സൈനുദ്ദീൻ AP ആശംസയർപ്പിച്ച് സംസാരിച്ചു. അബ്ദുൽ ബാരി ബുസ്താനി സംസാരിച്ചു. അഹമ്മദ് അനസ് മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി. KNM മണ്ഡലം പ്രസിഡന്റ് ജലീൽ തളങ്കര അധ്യക്ഷത വഹിച്ചു. KNM മണ്ഡലം സെക്രട്ടറി ബഷീർ കൊല്ലമ്പാടി സ്വാഗതവും മുനീർ CA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ഞുങ്ങൾക്കായി കാസർഗോഡ് ഐഷ് ഫാഷൻ ലോകം. കാസർഗോഡ് പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലെ തളങ്കര ട്രേഡ് സെന്ററിലാണ് കുട്ടികൾക്കായി അതിനൂതനമായ വസ്ത്രങ്ങളുടെ കളക്ഷനുകളുമായി ഐഷ് കിഡ്സ് ഫാഷൻ ഷോറൂം പ്രവർത്തനമാരംഭിച്ചത്. കുട്ടികളുടെ വസ്ത്രവ്യാപാര രംഗത്ത് കാസർഗോഡിന് പുതുമയാർന്ന അനുഭവം പകർന്നു നൽകുവാൻ ഐഷ് പ്രവർത്തനമാരംഭിച്ചു. കുട്ടികൾക്കായി അതിനൂതനമായ വസ്ത്രങ്ങളുടെ കളക്ഷനുകളുമായി കാസർഗോഡ് പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലെ തളങ്കര ട്രേഡ് സെന്ററിലാണ് ഐഷ് കിഡ്സ് ഫാഷൻ ഷോറൂം പ്രവർത്തനമാരംഭിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ ഹനീഫ് KM, മാഹിൻ കല്ലട്ര, ബഷീർ തൊട്ടാൻ, തളങ്കര ആഷ്റഫ്, ഇക്ബാൽ TM, അബ്ദുൽ റഹ്മാൻ KM, മുജീബ് ഉത്തരദേശം, തളങ്കര അബ്ദുൽ ഖാദർ, തളങ്കര നൌഫൽ, തളങ്കര ഖാനി, മെഹ്മൂദ് സഫർ, STU ജില്ലാ പ്രസിഡന്റ് A അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂബോൺ കുരുന്നുകൾ മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ വസ്ത്രങ്ങൾ ഐഷിൽ നിന്നും ലഭിക്കും. അതിവിശാലമായ സൗകര്യവും വസ്ത്രവൈവിധ്യങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളും ഐഷിൻ്റെ സവിശേഷതകളാണ്. എല്ലാ ബ്രാൻഡുകളുടെയും വസ്ത്രങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഐഷ് കുട്ടികളുടെ വസ്ത്ര സ്വപ്നങ്ങൾക്ക് പൂർണ്ണത പകരുന്ന കാസർഗോട്ടെ ഏറ്റവും മികച്ച ഡെസ്റ്റിനികളിൽ ഒന്നാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബന്ദിയോട് അടുക്ക മർക്കസ് CQ പ്രീ സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ സംഘടിപ്പിച്ചു. പ്രശസ്ത കൗൺസിലർ ഇർഫാദ് മായിപ്പാടി ക്ലാസിന് നേതൃത്വം നൽകി. പൂന്തോട്ടത്തിൽ വസിച്ച് തേനാറില്ല വന്നിന്റെ മുങ്ങി പൊങ്ങി കാണിച്ച് തേക്കാനി പൂജിച്ച ബന്ദിയോട് അടുക്ക മർക്കസ് CQ പ്രീ സ്കൂളിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് പാരന്റ്സ് ഡേ ശ്രദ്ധേയമായി. പ്രശസ്ത കൗൺസിലർ ഇർഫാദ് മായിപ്പാടി ക്ലാസിന് നേതൃത്വം നൽകി. സയ്യിദ് തറവാട്ടിലെ സയ്യിദ് ഹസൻ ആരിഫ് തങ്ങൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഴയകാല വിദ്യാലയ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് പേരക്കുട്ടികളുടെ കൈകളിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ, പ്രാദേശിക വികസന സാധ്യതകൾ, ഭാവി പദ്ധതികൾ എന്നിവ പരിഗണിച്ച് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വികസന വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സമഗ്രമായ വർക്കിംഗ് ഗ്രൂപ്പിന് രൂപം നൽകിയത്.
യോഗത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹിക സാമ്പത്തിക പുരോഗതി, ജനപക്ഷ പദ്ധതികളുടെ ഫലപ്രദമായ നടപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടന്നു. ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള വ്യക്തമായ രൂപരേഖ തയ്യാറാക്കുക എന്നതാണ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുല്ല തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. വികസന പദ്ധതികളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനകീയാസൂത്രണ അടിസ്ഥാനത്തിൽ 2026-2027 വർഷത്തെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുകളിലുള്ള ഹാളിലും അതുപോലെ തന്നെ ബോർഡ് യോഗം ചേരുന്ന ഹാളിലുമായി 2 സ്ഥലങ്ങളിലായി 16ഓളം മേഖലകളിലായ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഇരുന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രൊജക്റ്റ് ഇവിടെ ഇന്ന് രൂപീകരിക്കപ്പെടുകയും അത് അവതരിപ്പിക്കപ്പെട്ട് DPCയുടെ അംഗീകാരത്തോടുകൂടി 2026-2027 വർഷത്തെ പുതിയ പദ്ധതികളെല്ലാം ജനകീയമായ രീതിയിൽ, ജനക്ഷേമപരമായ രീതിയിൽ വികസനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സുസ്ഥിര വികസന പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയുള്ള ജനങ്ങളുടെ മുഴുവനായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ് നടക്കുന്നത്. ഇത് ജനകീയ ആസൂത്രണത്തിൻ്റെ പ്രധാന ഘടകമാണ്. ഇവരുടെ പ്രൊജക്റ്റുകളുടെ നിർദ്ദേശമനുസരിച്ച് ബോർഡ് തീരുമാനിക്കുകയും ഇതിനുശേഷം ഗ്രാമസഭ ചേരുകയും ഗ്രാമസഭ ചേർന്നതിന് ശേഷം ബോർഡിൽ അവതരിപ്പിച്ച് ബോർഡിൽ ചില മാറ്റങ്ങൾ വേണ്ടി വന്നാൽ അത് വരുത്തുകയും ചെയ്തതിനു ശേഷം ഇപ്രാവശ്യത്തെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണ്. വൈസ് പ്രസിഡന്റ് കമലാക്ഷി അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ചാമണ്ടിക്കുന്ന് യൂണിറ്റ് ധർണാ സമരം സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചാമുണ്ടിക്കുന്ന് കുന്നുപാറ റോഡ് അടിയന്തരമായി മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ചാമുണ്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരത്തിൽ പ്രതിഷേധം വിളമ്പി. ചാലിങ്കാൽ മുതൽ ചാമുണ്ടിക്കുന്ന് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുന്നുപാറ വരെ മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരുന്നു. എന്നാൽ കുന്നുപാറ മുതൽ ചാമുണ്ടിക്കുന്ന് വരെ റോഡിന്റെ സ്ഥിതി പൊട്ടിപ്പൊളിഞ്ഞ് ടാറിംഗ് ഇല്ലാതെ അതീവ ദയനീയ അവസ്ഥയിലാണ്. ഇത് പൊതുജനങ്ങൾക്കും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും മറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും വലിയ ദുരിതം സൃഷ്ടിക്കുന്നു. റോഡ് പൂർണ്ണമായും തകർന്ന നിലയിൽ ഉള്ളതിനാൽ വാഹനയാത്ര അപകടകരമായിരിക്കുകയാണെന്നും ദിവസേന ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും രോഗികളും ഗുരുതര ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ ചാമുണ്ടിക്കുന്ന് കുന്നുപാറ റോഡ് എത്രയും പെട്ടെന്ന് മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ചാമുണ്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചത്. ധർണാസമരത്തിന് മുന്നോടിയായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ധർണാസമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ള ഒരു വിവരം, 1 കോടി ഉറുപ്പിക ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് 1 കോടി ഉറുപ്പിക കൊണ്ട് ഇത് മെക്കാഡം ടാർ ചെയ്യാൻ വേണ്ടി കഴിയാം. 1 കോടി ഉറുപ്പിക കൊണ്ട് വേണമെങ്കിൽ സാധാരണ ഒരു റീടാറിങ് നടത്താം. പക്ഷെ അങ്ങനെ റീടാറിങ് നടത്തിയാൽ പിന്നെ 3 വർഷത്തേക്ക് ആ റോഡ് വേറെ പണിയെടുക്കാൻ വേണ്ടി കഴിയില്ല, അതിന് വേറെ ഫണ്ട് മാറ്റി വെക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. മെക്കാഡം ടാറിങ് തന്നെ വേണം. അപ്പൊ ഈ KSDP റോഡിൽ നിന്ന് വന്ന് പിന്നെ ഈ റോഡിലേക്ക് പോകുമ്പോൾ സാധാരണ ഒരു റോഡാണെങ്കിൽ അതിന് പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് മെക്കാഡം ടാർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ നടത്തണം ബന്ധപ്പെട്ട ആളുകൾ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം റോഡുകളെല്ലാം സൂപ്പറായി. നമ്മള് KSRTC ബസ്സിന് എഴുതിയിട്ടുണ്ട് പരസ്യം, പബ്ലിക് റിലേഷൻസിന്റെ റോഡുകളെല്ലാം റെഡിയായി. എല്ലാ റോഡുകളും പരമാവധി നന്നായിട്ടുണ്ട്. നല്ല യാത്ര ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് നമ്മുടെ തടിക്ക് പിടിക്കുന്ന കേസാണ്. റോഡ് നവീകരണ പ്രവൃത്തിക്കായി 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും മെക്കാഡം ടാറിങ്ങിന് ഈ തുക മതിയാകില്ലെന്നും റോഡ് മെക്കാഡം ടാറിംഗ് തന്നെ ചെയ്യണമെന്നുമാണ് യൂണിയന്റെ ആവശ്യമെന്നും കാറ്റാടി കുമാരൻ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുന്നുപാറ അധ്യക്ഷത വഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ, ഏരിയ സെക്രട്ടറി P രാഘവൻ, CITU പഞ്ചായത്ത് സെക്രട്ടറി K ചന്ദ്രൻ, ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV സുനിൽകുമാർ, PR രാജു, സരസൻ പെരളം, രാജീവൻ കന്നിക്കുളങ്ങര, ദിനേശൻ ആവിയിൽ, കരുണാകരൻ ചാമുണ്ടിക്കുന്ന്, സതീശൻ പെരിയ, വിജയൻ പാണംതോട് എന്നിവർ സംസാരിച്ചു.
യൂണിറ്റ് സെക്രട്ടറി സി നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ മേലടുക്കം പരിശുദ്ധ ലൂർദ്മാതാ ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. റവറന്റ് ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ കൊടിയേറ്റം നടത്തി. മാവുങ്കാൽ മേലടുക്കം പരിശുദ്ധ ലൂർദ്മാതാ ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. മേലടുക്കം ലൂർദ്മാതാ ചർച്ച് വികാരി റവറന്റ് ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ കൊടിയേറ്റം നടത്തി. പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ചു. തുടർന്ന് ദിവ്യബലി, നോവേന എന്നിവയും നടന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ മാത്യു തൈക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ആളുകളാണ് തിരുനാൾ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ധർണ സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ വയോജന ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ നിന്ന് അവരുടെ ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോകുമ്പോൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നു എന്ന് മാത്രമല്ല, വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നതാണ്. വീട്ടിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുമെല്ലാം രണ്ടു മൂലക്കിരുന്ന് ജീവിതം തള്ളി നീക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കേരളത്തിലെ ആയുർദൈർഘ്യം വർദ്ധിച്ചത് കൊണ്ടാണ് ഈ പറയുന്നത് പോലെ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആയുർദൈർഘ്യം വർദ്ധിച്ചത് തീർച്ചയായും കേരളത്തിലെ പലപ്പോഴായി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ഗവൺമെന്റുകൾ ആരോഗ്യ മേഖലയിൽ സ്വീകരിക്കുന്ന, പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് സ്വീകരിക്കുന്ന സമീപനങ്ങളുടെയും നടപടികളുടെയും ഫലമായിട്ടാണ് ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിയും വർദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ വർദ്ധിച്ച ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം പ്രായമായവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ബാലൻ ഓളിയക്കാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം BK നായർ, BP അഗിതായ, രവീന്ദ്രൻ മാണിയാട്ട്, K ബാലകൃഷ്ണൻ, സുരേഷൻ, കുഞ്ഞിക്കണ്ണൻ, ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി VG സുരേന്ദ്രൻ സ്വാഗതവും KK വത്സലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുപ്പാപ്പുവിന്റെ ആത്മഹത്യ കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്താലെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ പോലീസിന് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. കാസർഗോഡ് യുവാവിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. ചെർക്കള കോലാച്ചിയടുക്കത്തെ ഹാരിസിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അവസരം ലഭിച്ച കാസർഗോട്ടെ BJP ജനപ്രതിനിധികൾക്ക് കാസർഗോട്ട് യാത്രയയപ്പ് നൽകി. റെയിൽവേ സ്റ്റേഷനിലായിരുന്നു യാത്രയയപ്പ് നൽകിയത്. ചിന്മയ അമൃത മഹോത്സവം. കാസർഗോഡ് ചിന്മയ വിദ്യാലയ ക്യാമ്പസിൽ സാമൂഹിക ഹനുമാൻ ചാലീസാ ഹവനം ഭക്തിസാന്ദ്രമായി നടന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വികസന വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് വർക്കിംഗ് ഗ്രൂപ്പിന് രൂപം നൽകിയത്. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വയോജന ധർണ സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.